ശ്രീ നൗഷാദ് അലി, ഇപ്പോൾ നേരത്തെ CPM പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അരുൺകുമാർ പറഞ്ഞപ്പോൾ താങ്കൾ ക്ഷുഭിതനായി. പക്ഷേ അതിലൊരു യാഥാർത്ഥ്യമില്ലേ? ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ലീഗിന് വിജയിക്കാൻ സാധ്യതയുണ്ട്. എന്നതിനപ്പുറം ലീഗിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാൻ CPM ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ സാഹചര്യം ഭയന്നിരുന്നോ? ഇതിപ്പോൾ കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ ലീഗ് പിന്തുണയില്ലാതെ കോൺഗ്രസിന് ജയിക്കാൻ സാധിക്കുമോ എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പിന്നെ അവിടെയും തീരുന്നില്ലല്ലോ. കളമശ്ശേരിയുണ്ട്, ആലുവയുണ്ട്, ഈരാറ്റുപേട്ടയുണ്ട്, പൂഞ്ഞാറുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ ലീഗ് വിചാരിച്ചാൽ കാര്യങ്ങൾ മാറി മറിയും. ആ ആശങ്ക ഇന്നത്തെ യോഗശേഷം കോൺഗ്രസിന് ബോധ്യപ്പെട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇന്നത്തെ യോഗത്തിൽ ആ, സ്മൃതി, ഞാൻ ക്ഷുഭിതനായതല്ല, ഞാൻ ഇടപെട്ടത്, എനിക്കങ്ങനെ ഇടപെടുന്ന സ്വഭാവമില്ല. ഞാൻ ഇടപെട്ടത് മുസ്ലിം ലീഗ് എവിടെയെങ്കിലും നിന്ന് മത്സരിച്ചാൽ ഒറ്റയ്ക്ക് ജയിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടല്ല. കോൺഗ്രസ് കേരളത്തിൽ എവിടെയും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കില്ല എന്ന് ആവർത്തിച്ച് വീണ്ടും പുനരാവർത്തിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനകത്ത് ഇടപെട്ടത്. ഇതൊക്കെ ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലും എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബലത്തിലുമാണ് ഈ ആളുകൾ ഇങ്ങനെ തള്ളിവിടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോൺഗ്രസ് ഞങ്ങൾക്ക് കേഡർ ഘടനയില്ല. ലീഗില്ലാതെയും ജയിക്കാനാകും, പ്രത്യേകിച്ച് കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ. നിങ്ങൾ ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഈ ഒന്നും കൂട്ടിയ രണ്ടാണ് എന്നൊക്കെയുള്ള പരമ്പരാഗത ധാരണയിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളെയും വിലയിരുത്തണ്ട. കോൺഗ്രസ് എത്രമാത്രം ശക്തമായ പാർട്ടിയാണ്, പൊതുബോധത്തെ എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയും, എല്ലാ ജനങ്ങൾക്കും എത്രത്തോളം ദഹിക്കാൻ പറ്റുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളതൊക്കെ പ്രസ്താവ്യമായ കാര്യമാണ്. നമ്മൾ ഈ സാങ്കല്പിക കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്ക്ലൂസീവിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. കോൺഗ്രസിൻ്റെ ശക്തി എന്താണ് എന്ന് കോൺഗ്രസിനെ അറിഞ്ഞിട്ടുള്ളവർക്കറിയാം. കോൺഗ്രസ് ഇല്ലാതായാലുള്ള കുഴപ്പം എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ജനാധിപത്യ ബോധമുള്ളവർക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിനെ ഞങ്ങൾക്ക് ശക്തി അറിയുന്നത് കൊണ്ടാണല്ലോ ലീഗിന്റെ ആവശ്യം ന്യായമാണെന്ന് ആവർത്തിച്ച് കെ മുരളീധരൻ പറയുന്നത്. വടകരയിൽ ലീഗിന്റെ പിന്തുണ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ലീഗിന്റെ ആവശ്യം ന്യായമാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. ഈ കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള കാര്യം പറഞ്ഞല്ലോ. ഇതിപ്പോൾ ഇങ്ങനെയല്ല, ഈ ചർച്ചയിൽ തീരുമാനമായിരുന്നില്ല എങ്കിൽ സൗഹൃദ മത്സരം എന്നുള്ളത്, കോഴിക്കോട്ട് സൗഹൃദ മത്സരം എന്നുള്ളത് ലീഗ് വളരെ ഗൗരവത്തിൽ തന്നെ ആലോചിച്ചിരുന്നു എന്നുള്ളതാണ്. MK രാഘവനെതിരെ മത്സരിച്ചാൽ എന്താകുമായിരുന്നു സ്ഥിതി? ഞാൻ ഈ സ്മൃതി ചോദ്യം ചോദിക്കാനെടുക്കുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയമെങ്കിലും ഉത്തരം പറയാൻ എനിക്ക് അനുവദിച്ചു തരണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. മറ്റുള്ളവരോട് കാണിക്കുന്ന നീതി എന്നോടും കാണിക്കണം. അതാണല്ലോ നമ്മുടെ ഒരു ആരോഗ്യകരമായ ഒരു സംവാദത്തിന് ചേർന്ന ഒരു ശൈലി. ഞാൻ നിങ്ങളൊരു കാര്യം പറയുന്നത്, ലീഗിന് പിന്നെ 2 സീറ്റിനോ 3 സീറ്റിനോ അർഹതയില്ല എന്ന് മുരളീധരൻ മാത്രമല്ല ഒരു കോൺഗ്രസ് നേതാക്കൾക്കും അഭിപ്രായമില്ല. കാരണം മുസ്ലിം ലീഗ് എന്ന പാർട്ടി അസ്പൃശ്യത പേറി നിൽക്കുന്ന ഒരു കാലത്ത് 962 കോഴിക്കോട് CHനെയും മഞ്ചേരി കായികമില്ലത്തിനെയും ഒറ്റയ്ക്ക് മത്സരിപ്പിച്ച് ജയിപ്പിച്ചൊരു പാർട്ടിയാണ്, ഒരു മുന്നണിയുടെയും സഹായമില്ലാതെ. അവിടെ മുസ്ലിം ലീഗിനെ കുറിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കണം. ഞങ്ങൾക്ക് കൃത്യമായിട്ട് മുസ്ലിം ലീഗിനെ കുറിച്ച് ബോധ്യമുണ്ട്. ഈ മുസ്ലിം ലീഗ് അങ്ങനെ 2 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് കഴിഞ്ഞിട്ട് ഈ 2024 വരെയുള്ള കാലത്ത് മുസ്ലിം ലീഗ് മൂന്നാമതൊരു സീറ്റിന് വേണ്ടിയിട്ട് ബലം പിടിക്കുകയോ അവരുടെ പിന്നെ ശേഷി ഉപയോഗിച്ചിട്ട് അത് വാങ്ങിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. മുസ്ലിം ലീഗിന് കൃത്യമായ ചില രാഷ്ട്രീയവും രീതികളും അന്തർലീനമായ ചില അവരുടെ ഒരു മുൻവിധികളൊക്കെ ഉണ്ട്. ലക്ഷദ്വീപ് എന്നൊരു സ്ഥലത്ത് 97-98% മുസ്ലിങ്ങളുള്ള സ്ഥലമാണ്. അവിടെ മുസ്ലിം ലീഗ് വേണ്ട, അവിടുത്തുകാർക്ക് കോൺഗ്രസ് ആണ് നല്ലത് എന്ന് പ്രഖ്യാപിച്ചത് CH മുഹമ്മദ് കോയയാണ്. അതിൻ്റെയൊക്കെ പിന്നിലൊരു ദീർഘവീക്ഷണമുണ്ട്. അത്തരത്തിലൊക്കെ പരുവപ്പെട്ട് പാകപ്പെട്ടൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അത് വളരെ കൃത്യമായി അറിയാവുന്നവരാണ് ഞങ്ങൾ. ഇനി ഒറ്റ കാര്യം കൂടി സ്മൃതി മനസ്സിലായിക്കോ. ഇവിടെ കഴിഞ്ഞ 10 വർഷത്തെ കേരള രാഷ്ട്രീയം എടുത്താൽ മുസ്ലിം ലീഗ് UDFിലൊരു നിർണായക ശക്തിയാണ് എന്ന തോന്നലുണ്ടാവുമ്പോൾ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്, കോൺഗ്രസ് മുസ്ലിം ലീഗിന് കീഴടങ്ങുന്നു, കുഞ്ഞാലിക്കുട്ടിയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. 2016 UDF വന്നാൽ കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണിയും കുഞ്ഞൂഞ്ഞും ഭരിക്കും. 5 കൊല്ലം കഴിഞ്ഞ് ഇസ്ലാമോഫോബിയുടെ അന്തരീക്ഷം മോദി ഭരണം കാരണം വന്നപ്പോൾ ആ പ്രസ്താവനയെ തിരുത്തിക്കൊണ്ട് ഇത്തവണ 2021 UDF വന്നാൽ ഹസ്സനും കുഞ്ഞാലിക്കുട്ടിയും അമീറും ഭരിക്കും. ഇത്തരത്തിലൊക്കെ വർഗീയമാക്കാൻ അവസരം പാർക്കുന്ന
ചെന്നായ്ക്കളുടെ സ്വഭാവമാണ് കേരളത്തിൽ CPM-നുള്ളത്. അവരിപ്പോൾ ലീഗിനെ കുറിച്ച് കുറെ പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ. നാളെ ലീഗ് അവരുടെ ധാരണകളിൽ നിന്നൊക്കെ തെറ്റിപ്പോകുന്നു എന്ന് അവർക്ക് തോന്നിയാൽ ഉടനെ അവർ ആ പ്ലേറ്റ് മാറ്റിയിടും. ഈ പറഞ്ഞ മതേതരത്വം അവിടെ ഉണ്ടാവില്ല. ലീഗ് വർഗീയമാകും, ലീഗ് SDP ആകും, ലീഗിന് കീഴടങ്ങുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറും. അവരൊരു ഭൂരിപക്ഷ ധ്രുവീകരണം, അതിന് ക്രിസ്ത്യൻ വിഭാഗത്തെയും കൂടി എങ്ങനെ കൂട്ടാൻ പറ്റുമെന്ന് ആലോചിച്ച് മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിച്ചിട്ട് ഒരു ധ്രുവീകരണത്തിന് ഇതേ CPM ശ്രമിക്കും. അവർക്ക് വിജയത്തിനപ്പുറം കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക് കീറിപ്പറയുന്നതിനെ കുറിച്ച് ഒരു ശങ്കയുമില്ലാത്ത നാളെ പ്രളയമാണെങ്കിൽ ഇന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടാൽ മതി എന്ന ചിന്ത മാത്രമുള്ള ഒരു പാർട്ടിയാണ് CPM. ഇവിടെ 977 ജമാഅത്ത് ഇസ്ലാമി ആദ്യമായിട്ട് പൊളിറ്റിക്സിൽ ഇടപെടാൻ തുടങ്ങിയത്. ഈ 3-4 വർഷം മുമ്പ് വരെ ജമാഅത്ത് CPM-ന്റെ കൂടാരത്തിലായിരുന്നു. അപ്പോൾ അവരെ കോർപ്പറേറ്റ് സാമ്രാജ്യത്വ കൊളോണിയൽ ശക്തികൾക്കെതിരായുള്ള പോരാട്ടത്തിൻ്റെ മാർഗമധ്യേ ഉള്ളവരും അവർ CPM-നെ വിട്ടപ്പോൾ അവർ തീവ്രവാദികളും അവർ ഭീകരവാദികളും ഒക്കെ ആയിട്ട് ഇവർ ചിത്രീകരിക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ CPM മാറ്റിയും മറിച്ചുമൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന, അവനവൻ്റെ നേട്ടത്തിന് വേണ്ടി ഏത് വേഷവും കെട്ടിയാടുന്ന, കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ഇന്ത്യക്ക് പുറത്ത് ഒരു സാധ്യതയുമില്ലാത്ത പാർട്ടിയാണ്. അവർ ഇന്ത്യ മുന്നണിയിലെ കക്ഷിയാണെന്നാണല്ലോ പറയുന്നത്. അവരാകെ ശക്തിയുള്ള കേരളത്തിൽ കോൺഗ്രസുമായിട്ട് മത്സരിക്കുന്നു, ബംഗാളിൽ മമതയായിട്ട് സഖ്യമില്ല. പിന്നെ എന്ത് ഇന്ത്യ മുന്നണിയും എന്ത് BJP വിരുദ്ധതയൊക്കെയാണ് പ്രായോഗികമായിട്ട് ഇവർ പയറ്റുന്നത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ നേരത്തെ MM കാരശ്ശേരി മാഷും NP ചേക്കുട്ടിയൊക്കെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഈ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സന്തുലിതത്വം ഇല്ലായ്മ ചെയ്ത് BJPക്ക് കടന്നു വരുവാനുള്ള അവസരമാണ് നിങ്ങൾ ഒരുക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള വീക്ഷണവും നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ഇല്ല. നിങ്ങൾക്ക് ക്ഷണികമായ നേട്ടങ്ങളിൽ അഭിനന്ദിക്കുക എന്നതിന്റെ അപ്പുറത്തൊരു രാഷ്ട്രീയമില്ല എന്നുള്ളത് ലീഗിന് കൂടി ബോധ്യപ്പെടേണ്ടതുണ്ട്. ശ്രീ നൗഷാദ് അലി, ഞാൻ താങ്കൾ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.